So guys, welcome back to another episode of Car Sales Simulator. So guys, നമ്മളെ ഇൻട്രോ പറഞ്ഞ് കഴിഞ്ഞില്ല. അപ്പോൾ വരുത്താൻ നമ്മുടെ ഈ ഒരു കാറും പാട്ടുകളുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ നമ്മുടെ ഇന്ന് നമ്മുടെ മറ്റേ സംഭവം ഉണ്ട്, എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ സാധനത്തിൻ്റെ. അപ്പോൾ മറ്റേ ലേലം വിളിച്ച് കാർ വാങ്ങുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇന്ന് ഓപ്പൺ ആണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവന് ജസ്റ്റ് ഒന്ന് ഡീലാക്കട്ടെ. ഓക്കെ, ഇവനെ സെല് ചെയ്ത് വിട്ടു കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ $1,90,000 കാലൊക്കെയുണ്ട്. അപ്പം ഇതിനെക്കാട്ടി എന്തായാലും ഇന്ന് മൺഡേ കാരണം നമുക്ക് കുറച്ച് ബിൽസും കാലൊക്കെ കൊടുക്കാണ്ടായിരുന്നു. നമ്മുടെ ഇതിൻ്റെ റെൻറ്റും പിന്നെ ബാക്കിയുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു സംഭവം നടക്കുന്നിടത്ത് പോകാം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം, നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു കാറും കാലൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. നമ്മൾ നേരെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് നമ്മുടെ ബസ്സും കാലൊക്കെ കാത്ത് ചെയ്യണം. നമുക്ക് എന്തായാലും പോകേണ്ടത് ഇങ്ങോട്ടാണ്. ഓക്കെ, സ്റ്റാർട്ടായിട്ടില്ല. നമുക്ക് എന്തായാലും ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കണം തോന്നുന്നു. ടിക്കറ്റിന് 5,000 ഒരു ടിക്കറ്റിന്. ഇവിടെ നിൽപ്പ് നോക്കി കണ്ട ഇവന് ബാക്കിയുള്ളവരെ ക്യാഷ് കൊടുത്ത് മുടിപ്പിച്ചാണ്ട് അവൻ തിന്ന് ഉഷാറായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ടിക്കറ്റ് വാങ്ങിക്കാം. സെലക്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഓപ്ഷൻ ഇൻ വെഹിക്കിൾ. ഓക്കെ, നമ്മൾ ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ബൈ ദ ബൈ, ടൈം കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, നൈസ് നൈസ്. അപ്പോൾ നമുക്കിനി 5 മിനിറ്റോളം ടൈം ഉണ്ട് ഇത് സ്റ്റാർട്ട് ആവാൻ. 3, 2, 1. ഓക്കെ ഗൈസ്, ഫൈനലി അവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജീപ്പും കാറിലേക്കാണ് കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ നോക്കിയ ഗൈസ്, 6 ലക്ഷം. അപ്പോൾ നമ്മൾ ഗൈസ് കുറച്ചും പാട് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പരിസരത്തോട്ട് വരാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തത് മിനിറ്റിലല്ലേ? ഇതും 22 ലക്ഷത്തിൻ്റെ വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത കാർ വന്നിട്ടുണ്ട്. ഇത് 30 ലക്ഷത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ടിങ് തന്നെ. ഞാൻ പോട്ടെ, വീണ്ടും ഒരു മിനിയാണല്ലോ വന്നത്. എന്തായാലും നമ്മളെ കൊണ്ട് കഴിച്ചാൽ നടക്കില്ല. അപ്പം നമുക്ക് കുറച്ചും പാടി ക്യാഷ് ഗെയിം ചെയ്തിട്ട് വേണം നമുക്കിനി ഇങ്ങോട്ട് വരാൻ. എന്താണ്ട് ഇത് ഫുള്ള് അഴുക്കാണല്ലോ ഇതിന്. ഉത്തരവാദിത്തമില്ല ഗൈസ്. പത്തിനടുത്ത് നൈറ്റ് എൻ്റെ ഒരു ഡേ ഗൈസ് വെറുതെ പോയി. എൻ്റെ പ്രോഗ്രസ്സൊക്കെ നിന്നു. ഞാൻ എന്തായാലും വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങിയിട്ട് നമുക്കിനി നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. അപ്പം ഫാസ്റ്റ് ട്രാവലിൽ പോയിട്ട് നമ്മുടെ കേരള. ഇപ്പം നമ്മുടെ കയ്യിൽ $1,85,000 കാലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, നമുക്കിന്ന് ഫുൾ നഷ്ടമാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. നമ്മളെ ടിക്കറ്റ് എടുത്ത് 50,000 രൂപക്ക് വെറുതെ ഒരാവശ്യമില്ലാതെ നമ്മൾ ടിക്കറ്റ് എടുത്ത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നമ്മുടെ നൈബർഹുഡിലോട്ട് പോകണം. ചെറുതായിട്ട് ലാഗായി. ഓക്കെ, നൈബർഹുഡിൽ പോയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഹൈ റേഞ്ചിലുള്ള ഒരു വണ്ടി നമുക്ക് എടുക്കണം, വെഹിക്കിൾ നമുക്ക് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടി അപ്പുറത്തായിട്ടുണ്ടല്ലോ നമ്മുടെ ഫുള്ള് ഹൈ ലെവൽ വണ്ടി കൊടുക്കുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ട് ആദ്യം ഒന്ന് പോയി നോക്കാം. അതിനുശേഷം അവിടെ നമുക്ക് വെഹിക്കിൾ കിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വാങ്ങാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിനി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ് ഏരിയ. ഓക്കെ, ഇതിൻ്റെ തൊട്ടുള്ള എൻട്രൻസ് ഇവിടെ എവിടെയോ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. മുൻവശം ബാക്കിലും ഒരു എൻട്രൻസ് കണ്ടതാണ്. വെയിറ്റ്, ഇതിൻ്റെ ഈ സൈഡിലല്ല അപ്പുറത്തെ സൈഡിലെ എൻട്രൻസ് തോന്നുന്നു. ഇതിലൂടെ കയറാൻ പറ്റില്ല. ഓക്കെ, ഇതിലൂടെ അപ്പം നമുക്ക് അതിലൂടെ അപ്പോൾ ചിലപ്പോൾ വഴി ഉണ്ടായിരിക്കില്ലേ മണ്ടേ.
അത്രയും കറങ്ങി തിരിഞ്ഞ് ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്രാവശ്യം വെഹിക്കിൾസ് കുറവാണ് എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നോക്കാം. ഇവനെ ചോദിച്ചു നോക്കാം. അത് ഹൈ ലെവലാണ് വെഹിക്കിൾ വരുന്നത്. എനിക്ക് 2 ലക്ഷത്തിന്റെ അടുത്ത് കിട്ടണം. ഇത് എത്രയാ? 4 lakh. 4 lakhന് വിട്ടൊരു കളിയല്ല അവന്മാര്. ഓക്കെ, ഇത് അൾട്ര ആണ്. അപ്പൊ ഇത് 20 ലക്ഷത്തിനൊക്കെയാണ് പറയുന്നത്. ഗുഡ് ബൈ. ഓക്കെ, ഫൈനലി എല്ലാ കാർസും നമ്മളിവിടെ കൊടുന്ന് നിരത്തി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാത്തിൻ്റെ റേറ്റ് ഇടണം. അത് നമുക്കിനി ഇതിലോട്ട് ഇട്ടേക്കാം. അപ്പം ഇനി ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കുന്നില്ല. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കേസ്. ഇനി അപ്പോൾ നമുക്ക് ഇത് ഇനി കുറച്ചും കൂടി പുഷ് ആക്കാണ്ടല്ലേ, ലെവൽ 3 ആക്കാണ്ടല്ലേ. ഓക്കെ, അത് നമുക്ക് ആക്കാം. ഇതിൽ ഇത് ഫുള്ളായില്ല. ഓക്കെ, അത് ഫുള്ളായിട്ടുണ്ട്. ഡെക്കറേഷൻസ് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ അൺലോക്ക് ആയിരുന്നു. ഓ, മനസ്സിലായി. നമുക്ക് 10 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസ് കുറച്ചും പാട്ടി അടിപൊളിയാക്കാൻ പറ്റും. നമുക്ക് സെറ്റാക്കാം. ഈ ഡെക്കറേഷൻസിൽ പോയി എനിക്ക് തോന്നുന്നു ഫെൻസസ് ഒക്കെ നമുക്ക് ലെവൽ 2 ഇതിപ്പോഴും ലോക്കാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഇതിൽ നമ്മുടെ ഓഫീസ് ലെവൽ 2 ആക്കിയാലാണ് അത് അൺലോക്ക് ആവാൻ തോന്നുന്നു. എനിക്കറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ കാറ് നമുക്ക് സെയിലിനിടാം. അതാണ് നമുക്ക് ഫസ്റ്റ് മുഖ്യം. ഓക്കെ, FAG പോയിട്ട് നമ്മുടെ കാർ ഫുൾ നമുക്ക് സെയിലിനിടാം. കാറുണ്ട്, നമുക്ക് ഫസ്റ്റ് മുകളിൽ തന്നെ തുടങ്ങാം. ഓക്കെ, 27 ആണ്. അപ്പോൾ ഇവരെന്നെ നമുക്ക് നല്ലൊരു റേറ്റ് നമുക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇതുവരെ ആ ഒരു റേറ്റിന് സെല്ല് ചെയ്തിട്ടില്ല. അതിനെക്കാട്ടി കുറച്ചും പാടി കൂട്ടിങ്ങാണ്ടാണ് സെല്ല് ചെയ്യുന്നത്. ഇവർ ഇതാണ് പറയുന്നത്, അത് ഒരു 30,000 ഇട്ട് കൊടുക്കും. ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതുവരെ സെല്ലാക്കിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇവർ തന്നെ നല്ലൊരു റേറ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവർ നമ്മുടെ വണ്ടിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട്, നമ്മുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയല്ല ഗൈസ്. അവിടെ അതിനെക്കാട്ടി കുറച്ചും പാടി കൂട്ടിങ്ങാണ്ട്, അവർ പറഞ്ഞതിനെക്കാട്ടും കുറച്ചും പാടി കൂട്ടിങ്ങാണ്ട് നമ്മൾ സെയിലിനിടും. അതാകുമ്പോൾ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടുള്ളൂ. നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊരു ഇതിന് സെറ്റാക്കാം. ഫൈനലി നമ്മുടെ എല്ലാ വെഹിക്കിൾസും നമ്മളിവിടെ സെയിലിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാട്ടോ. ഇത് എനിക്ക് പേഴ്സണലി ഞാൻ എടുത്ത് കൊണ്ടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അത് ഓടിക്കാൻ നല്ല രീതിയിൽ നമുക്ക് സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ബാർഗെയിൻ ചെയ്യാം. 500 പിടിക്കാം. നമ്മൾ 30,000 ആണ് ഇട്ടത്. ഓക്കെ, വേറെ ഇവിടെ ഒരു കസ്റ്റമർ വന്ന് ഇവന് പുറത്ത് പോയി നമുക്ക് ഇങ്ങനെ മനസ്സിലാവുക. ഓക്കെ, ഇത് നമുക്ക് നഷ്ടമാണ്, പറ്റും നഷ്ടമാണ്. അത് നടക്കില്ല. നമുക്ക് എന്നാലൊരു 750 പിടിക്കും. ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുള്ള വണ്ടി തോന്നുന്നു. ഓക്കെ, അത്യാവശ്യം ഡാമേജ് ഉണ്ട്, നമ്മൾ റിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട്. അവന് ഏത് പ്രിഫർ ചെയ്യുന്നു? ഓക്കെ, അവന് റെഡ് കളറാണ്. പിന്നെ നോക്കിയാൽ അത് നല്ല ഒരു ഡീലല്ല, ബട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ. ഇത് എത്രയായിരുന്നു റേറ്റ് വരുന്നത്? 8,1,1. നമുക്ക് 8,555. ഓക്കെ, അതിൽ പിടിക്കും. ഓക്കെ, അത് നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി സ്ലീപ്പ് ചെയ്യാം. നമ്മുടെ ഇതിലിപ്പോൾ ഫസ്റ്റ് ട്രാവലിൽ പോയിട്ട് നമ്മുടെ കയറാം. അതിൻ്റെ അടുത്ത് കസ്റ്റമർ വന്നിട്ടുണ്ട്. കറക്റ്റ് മണിയാകുമ്പോൾ നമ്മുടെ ഓഫീസ് ക്ലോസ് ആകും. കറക്റ്റ് അതിനാണ് നമ്മൾ അപ്പം അവിടെ നിർത്തിയിട്ടുള്ളത്.
But the bed cycle is over. എന്തോ ഒരു മിസ്റ്റേക്കാണ്. ഓക്കെ, 16,000 ആണ് കഴിച്ച് നമുക്ക് ഇന്ന് നഷ്ടമുണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. 63 ടോട്ടൽ നമ്മൾ സ്പെൻഡ് ചെയ്ത്. നമ്മൾ ഏൺ ചെയ്തത് $46,000 നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. $16 പറ്റും. അത് നമുക്ക് എന്തായാലും ഇന്ന് സെറ്റാക്കാൻ പറ്റും. ഞാൻ എന്തായാലും അവിടെയുള്ള വെഹിക്കിൾസ് ഉണ്ടല്ലോ നമ്മളെ ഷോറൂമിലുള്ള ആ വെഹിക്കിൾസ് ഫുള്ളൊന്ന് സെല് ചെയ്തിട്ട് ഞാനിതാ എപ്പിസോഡ് കളിച്ച് അതിൻ്റെ ഭാഗം എന്നിട്ട് നമ്മൾ ഓഫ് ക്യാമ്പിൽ ഇരുന്നിട്ട് ഞാൻ കുറച്ചും പാടി ഒന്ന് സെറ്റാക്കാം. കുറച്ചും പാടി ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് നമുക്ക് കുറച്ചും പാടി നമുക്ക് സെറ്റ് ആക്കണം. നമ്മുടെ സ്കിൽ പോയിന്റ് ഒക്കെ നമുക്ക് കുറച്ചൊന്ന് പുഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്കില്ല് നമുക്ക് അത്യാവശ്യത്തിന് ഇനി ഇതൊക്കെ 250 ആക്കാം. 168 സ്കില്ല് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. മിക്കവാറും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേന് ഒരു സ്കില്ലും പാടി അൺലോക്ക് ആക്കാൻ പറ്റും തോന്നുന്നു. അൺലോക്ക് ആക്കുകയാണെങ്കിൽ ഞാനത് ഈ ഒരു എംപ്ലോയിൻ്റെ വാൾ പാസ്റ്റർ ഉണ്ട്. അത് നമുക്കിപ്പോൾ അത്യാവശ്യമാണോ? അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. പക്ഷേ ഇവിടെ യുവർ വെഹിക്കിൾ നൗ ടേക്ക് ലെസ് ഡാമേജ്, അത് നമുക്ക് അത്യാവശ്യം ഇല്ല. കാര്യം വാഷ് ചെയ്യലില്ല. അപ്പം നമുക്ക് എന്തായാലും ഇത് വെച്ചാലോ. യു ക്യാൻ ബൈ കാർസ് ലോവർ പ്രൈസ് ആൻഡ് സെൽ പ്രൈസ്. കസ്റ്റമേഴ്സ്. ഓക്കെ, ഇത് നമുക്ക് എന്തായാലും ബൈ ചെയ്യാം. നമുക്ക് എന്തായാലും നമുക്ക് സെറ്റാവും. അത്യാവശ്യത്തിനുള്ള വെഹിക്കിൾസ് നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 250 എക്സ്പീരിയൻസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ വന്ന് കിടക്കുന്നു. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആങ്കർ ലെവലൊക്കെ അതുപോലെ ലോ റേറ്റിന് നമുക്ക് വാങ്ങിയിട്ട് ഹൈ റേറ്റിന് നമുക്കിത് സെല് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു തീരുമാനമാണ് അത്. ഓക്കെ, നമുക്കൊരു സിസ്കയാലോ. ഓക്കെ, സിസ്കയ്ക്ക് അവൻ ഓഫർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഇവിടെ വേറെ ഒരുത്തം വന്നു. ഇവിടെ ഒന്ന് നമ്മൾ അപ്പാപ്പനായിരുന്നു. ഇതാണ് നമ്മൾ അത്യാവശ്യം നല്ല കുറച്ചും പാടെ റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടാണ്. നമ്മൾ 55 ഇട്ടായിരുന്നത്, ഇതിന് 54 പറയുന്നത്. നമുക്ക് എന്തായാലും 55 പറഞ്ഞു നോക്കാം. 55 പറഞ്ഞ് ഓക്കെ, ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും പാടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി 3ഉം 2ഉം 5 വെഹിക്കിളും പാടെ നമുക്ക് ഇനി സെല് ചെയ്യാണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറും പാടി വരുന്നുണ്ട്. അവന് നീലയാണ് പ്രിഫർ ചെയ്യാൻ തോന്നുന്നു. കാരണം അവന് നീല ഷർട്ട് ഉണ്ട്, പച്ച ഫാൻ്റ് ഇട്ടിട്ടുള്ള. അപ്പോൾ എനിക്ക് നീല കാറിനോടാണ് താല്പര്യം കഴിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീലായിരുന്നു. ഇപ്പം എത്ര എക്സ്പീരിയൻസ് നമുക്ക്? 169. നമുക്ക് കാറ് സെല് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടില്ല തോന്നുന്നു. കാറ് ബൈ ചെയ്യുമ്പോൾ മാത്രം കിട്ടുള്ളൂ തോന്നുട്ടോ. അങ്ങനെ ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കാറ് ബൈ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് തോന്നുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡോടെ വെച്ച് വൈൻഡപ്പ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്തായി തോന്നുന്നു വീഡിയോ. എന്തായാലും ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കണം. അപ്പോൾ നമുക്ക് അതും പാടി ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാറ് ബൈ ചെയ്യുമ്പോൾ നമ്മൾ കാറ് ബൈ ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഈ ഒരു ഇത് എക്സ്പീരിയൻസ് നമുക്ക് കൂടുതലും തോന്നുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ട്രാഷ് ബിന്നിലോട്ട് ട്രാഷ് എറിയുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത നല്ല എപ്പിസോഡുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.